കോംപ്ലക്സ് അനാലിസിൽ നിന്ന് കോംപ്ലക്സ് ഇന്റഗ്രേഷൻ ഇവാലുവേറ്റ് ചെയ്യാനുണ്ടായിരുന്നു. ഇതിൽ നിന്ന് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ദാറ്റ് ഈസ് ഗ്രേഡിയന്റ്, അതുപോലെ തന്നെ കേള്, ഡൈവേർജൻസ്, ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് പ്രോപ്പർട്ടീസും ഒരുപാട് റിസൾട്ടും നമ്മൾ കഴിഞ്ഞ എക്സാമിന്റെ ടൈമിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഹൈ ഫ്രണ്ട്സ്, വെൽക്കം ടു എൻട്രിയ. വീണ്ടും പുതിയൊരു നോട്ടിഫിക്കേഷൻ നമ്മുടെ മുന്നിലേക്ക് വന്നേക്കാണ്. ദാറ്റ് ഈസ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് എക്സാമിനേഷൻ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് മാത്തമെറ്റിക്സ്, എങ്ങനെയാണ് കഴിഞ്ഞ എക്സാമിന് മാത്തമെറ്റിക്സിന്റെ പാർട്ടിൽ നിന്ന് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്, ഏതൊക്കെ ടോപ്പിക്കാണ് നമുക്ക് പഠിക്കാനുള്ളത്, എത്രത്തോളം ഡിഫിക്കൽട്ട് ആയിരുന്നോ അതോ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നോ, ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്കറിയാം, എഞ്ചിനീയറിംഗ് മാത്തമെറ്റിക്സ് എന്നുള്ളത് എല്ലാ ബ്രാഞ്ചിലെ സ്റ്റുഡൻസിനും കോമൺ ആണ്. ഫണ്ടമെന്റൽ മാത്തമെറ്റിക്സ് ആണ് നമ്മൾ ഈ ഒരു 4 സെമസ്റ്ററായിട്ട് പഠിക്കുന്നത്. ഈ 4 സെമസ്റ്ററിൽ പഠിച്ചിട്ടുള്ള ചുരുക്കം ടോപ്പിക്കാണ് നമ്മുടെ സിലബസിൽ കൊടുത്തിട്ടുള്ളത്. 7 ടോപ്പിക്കാണ്, മെയിൻ 7 ടോപ്പിക്കാണ് നമുക്ക് പഠിക്കാനുള്ളത്. ദാറ്റ് ഈസ് ഫസ്റ്റ് മെട്രിസസ്. മെട്രിക്സിലെ എല്ലാ ടോപ്പിക്കും നമ്മുടെ ഈ സിലബസിൽ കൊടുത്തിട്ടില്ല. 3 ടോപ്പിക്ക്, 3 സബ് ഹെഡിങ് മാത്രമേ നമുക്ക് പഠിക്കാനുള്ളൂ. ഓക്കെ, നമുക്ക് ഡീറ്റെയിൽ സിലബസിലേക്ക് വരാം. സെക്കൻഡ് ടോപ്പിക്ക് പാർഷ്യൽ ഡിഫറൻസിയേഷൻ ആയിരുന്നു. ദാറ്റ് ഈസ് എങ്ങനെയാണ് ഒരു ഫംഗ്ഷൻ, മൾട്ടി വാല്യൂഡ് ഫംഗ്ഷൻ വന്നു കഴിഞ്ഞാൽ അതിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡെറിവേറ്റ് ചെയ്യാം, വിത്ത് റെസ്പെക്ട് ടു വൈ ഡെറിവേറ്റ് ചെയ്യാം, അതിന്റെ സിമ്പിൾ അപ്ലിക്കേഷൻസ് ഇതാണ് നമ്മുടെ സിലബസിൽ കൊടുത്തിട്ടുള്ളത്. നെക്സ്റ്റ് മൂന്നാമത്തെ ടോപ്പിക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ വെക്റ്റർ ഡിഫറൻസിയേഷൻ. ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഈ വെക്റ്റർ ഡിഫറൻസിയേഷനിൽ നിന്നും അതുപോലെ തന്നെ മെട്രിസസിൽ നിന്നും വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 10 മാർക്കിനാണ് ക്വസ്റ്റ്യൻ സെറ്റ് ചെയ്തിട്ടുള്ളത്. മാത്തമെറ്റിക്സിൽ നിന്ന് 10 മാർക്കിനാണ് ക്വസ്റ്റ്യൻ. 10 ക്വസ്റ്റ്യൻസ് നമുക്ക് തന്നിട്ടുണ്ടായിരിക്കും. കഴിഞ്ഞ ക്വസ്റ്റ്യൻ നോക്കിക്കഴിഞ്ഞാൽ, കഴിഞ്ഞ സിലബസും അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പറും നോക്കിക്കഴിഞ്ഞാൽ 8ഓളം ക്വസ്റ്റ്യൻസ് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഏതൊരു കുട്ടിക്കും സിമ്പിൾ ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു മാത്തമെറ്റിക്സിന്റെ കേസിൽ വന്നിട്ടുണ്ടായിരുന്നു. ഈ മാത്തമെറ്റിക്സിന്റെ ഈ പാർട്ട് ഒരു സ്റ്റുഡൻസും സ്കിപ്പ് ചെയ്യാനോ അല്ലെങ്കിൽ പഠിക്കാതെ പോവാനോ പറ്റില്ല. കാരണം സിമ്പിൾ ആയിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ 10 മാർക്കും ഏതൊരു കുട്ടിക്കും സ്കോർ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ക്വസ്റ്റ്യൻ പേപ്പർ വരുന്നത്. ഇനി 4ാമത്തെ ടോപ്പിക് നോക്കി കഴിഞ്ഞാൽ ലാപ്ലാസ് ട്രാൻസ്ഫോർമേഷൻ. ദാറ്റ് ഈസ് എഫ് ഓഫ് ടി എന്നൊരു ഫംഗ്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം എങ്ങനെയാണ്, അഥവാ ഒരു നമ്മൾ ഡെറിവേറ്റ് ചെയ്യുന്ന പോലെ അല്ലെങ്കിൽ ഇന്റഗ്രേഷന്റെ റിസൾട്ട് പഠിക്കുന്ന പോലെ നമ്മൾ എന്ത് ചെയ്യും, ലാപ്ലാസിന്റെ കുറച്ച് ഫംഗ്ഷൻസിന്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം റിസൾട്ട് പഠിക്കും അല്ലെ. എന്നിട്ട് അതിൽ പല റിസൾട്ടും ഉപയോഗിച്ച് ഫസ്റ്റ് ഷിഫ്റ്റിംഗ് തിയറം അതേപോലെ സിമ്പിൾ റിസൾട്ട് ഉപയോഗിച്ചുള്ള ക്വസ്റ്റ്യൻസ് ആണ് കഴിഞ്ഞ പ്രാവശ്യം എക്സാമിന് വന്നിട്ടുണ്ടായിരുന്നത്. ഇനി നെക്സ്റ്റ് ODE, ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ. വളരെ സിമ്പിൾ ആയിട്ട് ടോപ്പിക് ആണ്, സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു ടോപ്പിക്. നമ്മൾ എല്ലാ ക്വസ്റ്റ്യൻസും 10 ക്വസ്റ്റ്യൻസ് നമ്മൾ ഇന്ന് ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യുന്നു. ഓക്കെ, നെക്സ്റ്റ് കോംപ്ലക്സ് അനാലിസിസ്, അതുപോലെ തന്നെ ഫോറിയർ സീരീസ്. നമുക്കറിയാം 7 ടോപ്പിക് ആണ് അല്ലെ. മെട്രിസസ്, പാർഷ്യൽ ഡിഫറൻസിയേഷൻ, വെക്റ്റർ ഡിഫറൻസിയേഷൻ, ലാപ്ലാസ് ട്രാൻസ്ഫോം, ODE, ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ, കോംപ്ലക്സ് അനാലിസിസ്, അതുപോലെ തന്നെ ഫോറിയർ സീരീസ്. ഈ 7 ടോപ്പിക്കിൽ നിന്ന് 10 ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ ഏതെങ്കിലും 2 ടോപ്പിക്കിൽ നിന്നോ അല്ലെങ്കിൽ 3 ടോപ്പിക്കിൽ നിന്നോ ഒന്നിൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഓക്കെ, ഇനി നമുക്ക് എന്തൊക്കെയാണ്, ഏതൊക്കെ ടോപ്പിക്കാണ്, ഏതൊക്കെ കണ്ടന്റ് ആണ് ഈ ഓരോ ടോപ്പിക്കിൽ നമുക്ക് പഠിക്കേണ്ടത്. ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യാം അല്ലെ. മെട്രിസസിന്റെ കേസിൽ ഒരുപാട് ടോപ്പിക് ഉണ്ട്, പക്ഷെ അതിൽ 3 ടോപ്പിക് മാത്രമേ നമുക്ക് പഠിക്കേണ്ടതുള്ളൂ. ആ 3 ടോപ്പിക്കിൽ നിന്ന് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു കഴിഞ്ഞ എക്സാമിനേഷൻ വന്നിട്ടുണ്ടായിരുന്നത്. മെട്രിക്സിന്റെ കേസിൽ 2 ക്വസ്റ്റ്യൻസ് ഒരേ ടോപ്പിക്കിൽ നിന്ന്, ദാറ്റ് ഈസ് മെട്രിസസ് എന്ന ഭാഗത്ത് നിന്ന് 2 ക്വസ്റ്റ്യൻസ്, അതും ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു. ഒന്ന് റാങ്ക്, ഒരു മെട്രിക്സ് കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് റാങ്ക് കണ്ടുപിടിക്കുക. നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ കംപ്ലീറ്റ് ചെയ്യണമെന്നില്ല, ഒരുപാട് സിമ്പിൾ ട്രിക്കുകളുണ്ട്. ആ ട്രിക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ മെട്രിക്സ് നോക്കുമ്പോഴേ നമുക്ക് മനസ്സിലാവും അതിന്റെ റാങ്ക് ഏതാണോ. ആൻസർ കീൽ നോക്കിക്കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാം, ആൻസർ ചൂസ് ചെയ്യാൻ പറ്റും. രണ്ടാമത്തെ ഐഗൻ വാല്യൂ, ഐഗൻ വെക്ടേഴ്സ്. ഇതിൽ നിന്നും ഡയറക്റ്റ് ഒരു റിസൾട്ട് ആയിരുന്നു കഴിഞ്ഞ എക്സാമിന് വന്നിട്ടുണ്ടായിരുന്നത് അല്ലെ. ദാറ്റ് ഈസ് നമുക്ക് പഠിക്കേണ്ട ടോപ്പിക്ക് എന്താണ് റാങ്ക്, എങ്ങനെയാണ് ഐഗൻ വാല്യൂസ് കണ്ടുപിടിക്കുക, അതേപോലെ ഐഗൻ വെക്ടേഴ്സ് എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യാം അല്ലെ. ദാറ്റ് ഈസ് എഞ്ചിനീയറിംഗ് ബേസിക് മാത്തമെറ്റിക്സിൽ നമ്മൾ പഠിച്ച വളരെ സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക് ആയിരുന്നു മെട്രിസസ്. ഓക്കെ, ഇനി പാർഷ്യൽ ഡിഫറൻസിയേഷൻ നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് പാർഷ്യൽ ഡെറിവേറ്റീവ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഓയിലർ തിയറം, ഹോമോജീനിയസ്, ഇതും ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു. ഒരു ഹോമോജീനിയസ് ഫംഗ്ഷൻ ഉപയോഗിച്ച് ഓയിലർ തിയറം ഉപയോഗിച്ചിട്ടായിരുന്നു കഴിഞ്ഞ എക്സാമിന് ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നത്. നെക്സ്റ്റ് ടൈലർ സീരീസ്, അതുപോലെ തന്നെ ടൈലർ സീരീസ് 1 വേരിയബിളിന്റെ കേസിലും 2 വേരിയബിൾ വരുന്ന കേസിലും നമുക്ക് പഠിക്കാനുണ്ട്. നെക്സ്റ്റ് സിമ്പിൾ ആപ്ലിക്കേഷൻ ആണ് ഒരു ഫംഗ്ഷന്റെ മാക്സിമ മിനിമ കണ്ടുപിടിക്കുന്നത്.
ഫംഗ്ഷൻ ഓഫ് 2 വേരിയബിൾ ആണെങ്കിലും ഫംഗ്ഷൻ ഓഫ് 1 വേരിയബിൾ ആണെങ്കിലും ഒരു ഫംഗ്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ അതിനെ മാക്സിമ മിനിമ അല്ലെങ്കിൽ അബ്സല്യൂട്ട് മാക്സിമ അബ്സല്യൂട്ട് ഇത്രയും ടോപ്പിക്കാണ് നമുക്ക് പാർഷ്യൽ ഡിഫറൻസിയേഷനിൽ നിന്ന് പഠിക്കേണ്ടത്. ഇനി അതേപോലെ വെക്റ്റർ ഡിഫറൻസിയേഷൻ, ദാറ്റ് ഈസ് എന്താണ് സ്കേലാർ ആൻഡ് വെക്റ്റർ ഫംഗ്ഷൻ അല്ലെ. അതുപോലെ തന്നെ ഡിഫറൻസിയേഷൻ വെക്റ്റർ ഫംഗ്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ ഡെറിവേറ്റീവ് നമുക്ക് എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യാം, വെലോസിറ്റി അതുപോലെ തന്നെ ആക്സിലറേഷൻ. നെക്സ്റ്റ് വെക്റ്റർ ഫീൽഡ് എടുത്തു കഴിഞ്ഞാൽ അതിൽ സ്കേലാർ ഫീൽഡ് ഉണ്ട് അതുപോലെ തന്നെ വെക്റ്റർ ഫീൽഡ് ഉണ്ട്. ഇതിൽ നിന്ന് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ഉണ്ട്, ദാറ്റ് ഈസ് ഗ്രേഡിയന്റ് അതുപോലെ തന്നെ കേള് ഡൈവേർജൻസ്. ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് പ്രോപ്പർട്ടീസും ഒരുപാട് റിസൾട്ടും നമ്മൾ കഴിഞ്ഞ എക്സാമിന്റെ ടൈമിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ടാണ് വീണ്ടും എക്സാമിന് വന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അതുപോലെ തന്നെ എന്താണ് ഇറൊട്ടേഷണൽ അതുപോലെ തന്നെ റൊട്ടേഷണൽ സോളിനോയിഡൽ അതുപോലെ തന്നെ എപ്പോഴാണ് ഒരു വെക്റ്റർ ഫംഗ്ഷൻ അല്ലെങ്കിൽ ഒരു വെക്റ്റർ ഫീൽഡ് എപ്പോഴാണ് കൺസർവേറ്റീവ് എന്ന് പറയാം, എന്താണ് പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ. അപ്പൊ ഇത്രയും ഒന്നുകൂടി ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള സിലബസ് ആണ് നമുക്ക് വെക്റ്റർ ഡിഫറൻസിയേഷനിൽ പഠിക്കാനുള്ളത്. അപ്പൊ ഇത് എല്ലാ ടോപ്പിക്കും എൻറ്റയർലി കണക്റ്റഡ് ആണ്. സ്കേലാർ വെക്റ്റർ ഫംഗ്ഷൻ മുതൽ ഈ സ്കേലാർ പൊട്ടൻഷ്യൽ വരെ എൻറ്റയർലി കണക്റ്റഡ് ടോപ്പിക് ആണ്. പഠിക്കാൻ സിമ്പിൾ ആയിട്ടുള്ള എല്ലാം കണക്ട് ചെയ്ത് കിടക്കുന്ന ടോപ്പിക്സ് ആണ്. ഓക്കെ, നെക്സ്റ്റ് 4ാമത്തെ ടോപ്പിക് ലാപ്ലാസ് ട്രാൻസ്ഫർമേഷൻ അല്ലെ. ദാറ്റ് ഈസ് ഒരു ബേസിക് ഫംഗ്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ ടി അല്ലെങ്കിൽ ടി സ്ക്വയർ അല്ലെങ്കിൽ 1 e raised to t sin t cos t അതുപോലെ തന്നെ ഹൈപ്പർബോളിക് ഫംഗ്ഷൻസ് sin ht cos ht ഇത്രയും ഫംഗ്ഷൻസിന്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം അറിയാമെങ്കിൽ ഇതിലെ ഏത് ക്വസ്റ്റ്യനും സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് പോളിനോമിയൽ ഫംഗ്ഷനും ട്രിഗണോമെട്രിക് ഫംഗ്ഷനും ഹൈപ്പർബോളിക് ഫംഗ്ഷനും അതേപോലെ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷനും ഇത്രയുള്ള നമുക്ക് ലാപ്ലാസ് ട്രാൻസ്ഫോർമേഷനുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കേണ്ട ടോപ്പിക്. ഇതിൽ നിന്നും ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു, ഡയറക്റ്റ് റിസൾട്ട് ബേസ്ഡ് ആയിരുന്നു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് ODE, എങ്ങനെയാണ് ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അത് സോൾവ് ചെയ്യാം, എന്താണ് ഫസ്റ്റ് ഓർഡർ ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ, ഒരു സിസ്റ്റം ഓഫ് ലീനിയർ ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെ സോൾവ് ചെയ്യാം. ഇതൊക്കെയാണ് നമുക്ക് ഈ ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷനുമായി ബന്ധപ്പെട്ട് നമ്മുടെ സിലബസിൽ കൊടുത്തിട്ടുള്ളത്. നെക്സ്റ്റ് സെക്കൻഡ് ലാസ്റ്റ് ടോപ്പിക് കോംപ്ലക്സ് അനാലിസിസ്. വളരെ ഡീറ്റെയിൽ ആയിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു പാർട്ടാണ് ഇത്. കഴിഞ്ഞ എക്സാമിനും 2 ക്വസ്റ്റ്യൻസ് കോംപ്ലക്സ് അനാലിസിസുമായി ബന്ധപ്പെട്ട് ചോദിച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് എന്താണ് അനലിറ്റിക് ഫംഗ്ഷൻ, എപ്പോഴാണ് ഒരു ഫംഗ്ഷൻ അനലിറ്റിക് എന്ന് പറയാം. ഒരു അനലിറ്റിക് ഫംഗ്ഷൻ ആയി കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ഫംഗ്ഷൻ ഉണ്ടാവേണ്ട പ്രോപ്പർട്ടീസ്, എന്തൊക്കെയാണ് നെസസറി കണ്ടീഷൻ, സഫിഷ്യന്റ് കണ്ടീഷൻ, അതേപോലെ തന്നെ കൺഫോമൽ മാപ്പിംഗ്. നെക്സ്റ്റ് ബൈലീനിയർ ട്രാൻസ്ഫർമേഷൻ, കോംപ്ലക്സ് ഇന്റഗ്രേഷൻ. കോംപ്ലക്സ് ഇന്റഗ്രേഷൻ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കഴിഞ്ഞ എക്സാമിന് വേണ്ടിയിട്ട് അത്രയും പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ. ദാറ്റ് ഈസ് അതുമായി ബന്ധപ്പെട്ട് കണക്ട് ചെയ്യുന്ന ഒരുപാട് റിസൾട്ട്, കോഷി ഇന്റഗ്രൽ തിയറം അതുപോലെ തന്നെ കോഷി ഇന്റഗ്രൽ ഫോർമുല, റെസിഡ്യൂ തിയറം, ഇതെല്ലാം നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത് കോംപ്ലക്സ് ഇന്റഗ്രേഷൻ ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഈ ഒരു പാർട്ടിൽ നിന്നും 2 ക്വസ്റ്റ്യൻസ് ഡയറക്റ്റ് 2 ക്വസ്റ്റ്യൻസ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, നെക്സ്റ്റ് ലാസ്റ്റ് ടോപ്പിക് ഫൊറിയർ സീരീസ് ആണ്. ഇവിടെ സിമ്പിൾ ആണ്, ആകെ 3 ടോപ്പിക്ക് ഫൊറിയർ സീരീസുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കേണ്ടതുള്ളൂ. അത് എത്ര വലിയ ക്വസ്റ്റ്യൻസ് ആണെങ്കിലും ഈ 3 റിസൾട്ടിൽ ഒതുങ്ങുന്നതായിരിക്കും ആ ഒരു ക്വസ്റ്റ്യൻ. ഏതൊക്കെയാണ്, എന്താണ് ഒരു ഫംഗ്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ ഫൊറിയർ സീരീസ് റെപ്രസെന്റേഷൻ എങ്ങനെ കണ്ടുപിടിക്കാം. അതെന്തായിരിക്കാം, പീരീഡ് 2π ആയിരിക്കാം അല്ലെങ്കിൽ 2l ആയിരിക്കാം. ഓക്കെ, ഇനി അതുപോലെ തന്നെ ഈവൻ ഫംഗ്ഷനും ഓഡ് ഫംഗ്ഷനും അതിൽ ഡിഫൈൻ ചെയ്യുന്ന 2 സീരീസ് റെപ്രസെന്റേഷൻ ആണ് ഹാഫ് റേഞ്ച് ഫൊറിയർ സീരീസ് റെപ്രസെന്റേഷൻ അഥവാ ഫൊറിയർ സൈൻ സീരീസും ഫൊറിയർ കൊസൈൻ സീരീസും. അപ്പൊ ഇത്രയാണ് നമ്മൾ 4 സെമസ്റ്ററിൽ പഠിച്ചിട്ടുള്ള എഞ്ചിനീയറിംഗ് മാത്തമെറ്റിക്സിൽ നിന്ന് നമ്മുടെ PCB എക്സാമിന് വേണ്ടിയിട്ട് നമുക്ക് പഠിക്കേണ്ട ടോപ്പിക്. അപ്പൊ ഈ ടോപ്പിക്കിൽ നിന്നെല്ലാം ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ എഞ്ചിനീയറിംഗ് ആ ടൈമിൽ പഠിച്ചിട്ടുള്ള മാത്തമെറ്റിക്സ് കംപ്ലീറ്റ് 2 പേജ് ഒന്നും ചെയ്ത് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. ഏതൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാലും അതിനെല്ലാം സിമ്പിൾ ട്രിക്ക് ഉണ്ട്. റാങ്ക് കണ്ടുപിടിക്കാൻ സിമ്പിൾ ട്രിക്ക് ഉണ്ട് അല്ലെ. റാങ്കുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രോപ്പർട്ടീസ് ഉണ്ട്. ഐഗൻ വാല്യൂസ് കിട്ടിക്കഴിഞ്ഞാലും ഐഗൻ വെക്ടേഴ്സ് കിട്ടിക്കഴിഞ്ഞാലും ഒരു ഐഗൻ വാല്യൂയുടെ പ്രോപ്പർട്ടീസ് അല്ലെ, ഒരുപാട് പ്രോപ്പർട്ടീസ് ഉണ്ട്. അതെല്ലാം ജസ്റ്റ് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ആൻസർ വളരെ സിമ്പിൾ ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി നമുക്ക് കഴിഞ്ഞ എക്സാമിന് വന്നിട്ടുള്ള ഈ 10 ക്വസ്റ്റ്യൻസും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നില്ലെങ്കിലും ആ ക്വസ്റ്റ്യൻസ് എത്രത്തോളം സിമ്പിൾ ആണോ അല്ലേ എന്നൊന്ന് മനസ്സിലാക്കാം. നമ്മൾ ക്വസ്റ്റ്യൻ ടോപ്പിക് വൈസ് ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ മെട്രിക്സിൽ നിന്ന് 2 ക്വസ്റ്റ്യൻസ് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുണ്ടായിരുന്നത്. ഞാൻ വീണ്ടും പറഞ്ഞു 10 മാർക്കിനാണ് നമുക്ക് മാത്തമെറ്റിക്സ് പഠിക്കാനുള്ളത്.
ഈ 10 മാർക്കും ഒരു ആവറേജ് ആയിട്ട് നമുക്ക് ഈ ഒരു ടോപ്പിക്സ് നോക്കി കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും. മെട്രിക്സിൽ നിന്ന് 2 ക്വസ്റ്റ്യൻസ് ആണ് കഴിഞ്ഞ എക്സാമിന് വന്നിട്ടുണ്ടായിരുന്നത്. ഒരു പക്ഷേ ഇപ്രാവശ്യം എന്തായിരിക്കും ഈ ടോപ്പിക്കിൽ വാരി ചെയ്യാം അല്ലെ. മെട്രിക്സിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം, അതുപോലെ തന്നെ ലാപ്ലാസിൽ നിന്ന് ഒരു പക്ഷേ 2 ക്വസ്റ്റ്യൻ ചോദിക്കാം. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ എക്സാമിന് വേണ്ടിയിട്ട് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ള 2 ക്വസ്റ്റ്യൻസ് ദാറ്റ് ഈസ് മെട്രിക്സിന്റെ പാർട്ടിൽ നിന്നായിരുന്നു. ഇനി അതുപോലെ തന്നെ പാർഷ്യൽ ഡിഫറൻസിയേഷനിൽ നിന്ന് 2 ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ വെക്ടർ ഡിഫറൻസിയേഷൻ നോക്കിക്കഴിഞ്ഞാൽ 1 മാർക്കിനായിരുന്നു, 1 ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഈ ഒരു ടോപ്പിക്കിൽ വന്നിട്ടുണ്ടായിരുന്നത്. നെക്സ്റ്റ് അതേപോലെ ലാപ്ലാസ് ട്രാൻസ്ഫർമേഷൻ നിന്നും 1 ക്വസ്റ്റ്യൻസ് ആയിരുന്നു കഴിഞ്ഞ എക്സാമിന് വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ നോക്കിക്കഴിഞ്ഞാൽ അവിടെയും 1 ക്വസ്റ്റ്യൻ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. നെക്സ്റ്റ് കോംപ്ലക്സ് അനാലിസിൽ നിന്ന് 2 ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഫോറിയർ സിമ്പിൾ ടോപ്പിക് ആണ്, വീണ്ടും 1 മാർക്കിനായിരിക്കും വീണ്ടും ചോദിക്കുക. ദാറ്റ് ഈസ് 1 മാർക്കിന് എന്തായാലും ചോദിക്കും. ഓക്കെ, കാരണം 7 ടോപ്പിക് ഉണ്ട്, 10 ക്വസ്റ്റ്യൻസ് വരും എന്തായാലും. ഓരോ സെക്ഷനിൽ നിന്നും ഓരോ ടോപ്പിക്കിൽ നിന്ന് അറ്റ്ലീസ്റ്റ് 1 ക്വസ്റ്റ്യൻ ചോദിക്കും. ഓക്കെ, അപ്പോൾ ഫോറിയർ സീരീസിൽ നിന്നും 1 മാർക്കിനായിരുന്നു, ടോട്ടൽ 10 മാർക്കിനായിരുന്നു ഈ 7 ടോപ്പിക്കിൽ നിന്ന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. ഇനി എന്തൊക്കെയാണ് ക്വസ്റ്റ്യൻസ്? ആൾറെഡി നമ്മൾ പറഞ്ഞു സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഏകദേശം പകുതിയിൽ അധികം ക്വസ്റ്റ്യൻസ് വളരെ സിമ്പിൾ ആയിരുന്നു. ഫസ്റ്റ് ക്വസ്റ്റ്യൻസ് ദ റാങ്ക് ഓഫ് മെട്രിക്സ്. ഒരു മെട്രിക്സ് തന്നിട്ടുണ്ട്, ഒരു 4x4 മെട്രിക്സ് തന്നിട്ടുണ്ട്, എന്നിട്ട് അതിന്റെ റാങ്ക് ആണ് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നത് അല്ലെ. നമുക്ക് എക്കലോൺ ഫോമിലേക്ക് മാറ്റാം, അല്ലാതെയും ചെയ്യാം. ഒരിക്കലും 0 റാങ്ക് അല്ല നമുക്കറിയാം, 1 റാങ്ക് അല്ല നമുക്കറിയാം അല്ലെ. നെക്സ്റ്റ് 3 ആണോ 2 ആണോ അല്ലെ. ഇത് 3 ആണോ? 3 ആണെങ്കിൽ ഇതിന്റെ അകത്തൊരു 3/3. ഓക്കെ, ഇവിടെ 3/3 മെട്രിക്സ് ആണ്. അപ്പോൾ ഒരു കൺഫ്യൂഷൻ ഇല്ല, ഈ 3/3 മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് നമുക്ക് നോക്കിയാൽ മതിയായിരുന്നു. ഏതൊരു കുട്ടിക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഡിറ്റർമിനന്റ് ഇവാലുവേറ്റ് ചെയ്യാം. ഈ മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് 0 ആണെങ്കിൽ അല്ലെ, ആകെ 1 മിനിറ്റ് പോലും ടൈം വേണ്ട. ഡിറ്റർമിനന്റ് ഇവാലുവേറ്റ് ചെയ്യാം. ഡിറ്റർമിനന്റ് 0 അല്ലെങ്കിൽ 0 ആണെങ്കിൽ ഒരിക്കലും റാങ്ക് 3 അല്ല. 0 ആണെങ്കിൽ ഒരിക്കലും റാങ്ക് 3 അല്ല. ഒരു പക്ഷേ 0 അല്ലെങ്കിൽ എന്തായിരിക്കും? റാങ്ക് 3 ആയിരിക്കും അല്ലെ. ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അതേപോലെ രണ്ടാമത്തെ ക്വസ്റ്റ്യനും എന്തായിരുന്നു? മെട്രിക്സിൽ നിന്നായിരുന്നു. ഏതാണ് ക്വസ്റ്റ്യൻ? ഒരു മെട്രിക്സ് എ എന്ന മെട്രിക്സ് നമുക്ക് തന്നിട്ടുണ്ട് അല്ലെ. എന്നിട്ട് ഐഗൻ വാല്യൂ 2a² ഐഗൻ വാല്യൂ ആണ് ക്വസ്റ്റ്യൻ അല്ലെ. എയുടെ ഐഗൻ വാല്യൂ അറിയാമെങ്കിൽ എയുമായി ബന്ധപ്പെട്ട ഏതൊരു മെട്രിക്സ് തന്നു കഴിഞ്ഞാലും അതിന്റെ എല്ലാം ഐഗൻ വാല്യൂസ് കണ്ടുപിടിക്കാൻ പറ്റും. എയുടെ ഐഗൻ വാല്യൂസ് ലാംഡ ആണെങ്കിൽ a² ഐഗൻ വാല്യൂസ് λ² ആയിരുന്നു. അതിനെ 2 കൊണ്ട് ഇൻറ്റു ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഐഗൻ വാല്യൂസ് എന്തായിരുന്നു? a² ഐഗൻ വാല്യൂസ് ആയിരുന്നു അല്ലെ. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. ഈ 2 ക്വസ്റ്റ്യൻസ്, ഈ 2 മാർക്ക് ഏതൊരു കുട്ടിക്കും, ഈവൻ മാത്തമെറ്റിക്സ് ഡിഫിക്കൽട്ട് ആണെങ്കിലും ജസ്റ്റ് ഒന്ന് നോക്കി കഴിഞ്ഞാൽ കിട്ടാവുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, u ഈക്വൽ ടു നമുക്കൊരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട് അല്ലെ. എന്നിട്ട് ക്വസ്റ്റ്യൻ എന്താണ്? x ഇൻറ്റു ഡോ യു ഡിവൈഡ് ബൈ ഡോ എക്സ് പ്ലസ് ഡോ യു y ഇൻറ്റു ഡോ യു ഡിവൈഡ് ബൈ ഡോ വൈ എന്താണ്? ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇത്തരം ക്വസ്റ്റ്യൻസ് നമ്മൾ റിപ്പീറ്റ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത ക്വസ്റ്റ്യൻസ് ആയിരുന്നു അല്ലെ. അപ്പൊ ഈ ഒരു പാർട്ടിൽ നിന്നും ഡയറക്റ്റ് ക്വസ്റ്റ്യൻ, ഓയിലർ തിയറം ഉപയോഗിച്ച് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് വന്നിട്ടുണ്ടായിരുന്നത്. നെക്സ്റ്റ് പാർഷ്യൽ ഡെറിവേറ്റീവിൽ നിന്ന് ഒരു അപ്ലിക്കേഷൻ എന്നുള്ള രീതിയിലാണ്, ദാറ്റ് ഈസ് മാക്സിമ മിനിമ എന്ന ടോപ്പിക്കിൽ നിന്നാണ് 4th ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ, നെക്സ്റ്റ് വെക്ടർ ഡിഫറൻസിയേഷനുമായി ബന്ധപ്പെട്ട് റിപ്പീറ്റ് ചെയ്ത് നമ്മൾ പഠിച്ചിട്ടുള്ള ടോപ്പിക്സ് ആയിരുന്നു. എപ്പോഴാണ് ഒരു വെക്ടർ ഫീൽഡ് സോളിനോഡിൽ എന്ന് പറയാം, എപ്പോഴാണ് അതേപോലെ തന്നെ റൊട്ടേഷനിൽ എന്ന് പറയാം, റൊട്ടേഷൻ ഫ്രീ എപ്പോഴാണ് പറയാം അല്ലെ. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു. ഒരു വെക്ടർ ഫീൽഡ് നമുക്ക് തന്നിട്ടുണ്ട്, എഫ് എന്ന ഒരു വെക്ടർ ഫീൽഡ് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അറ്റ്ലീസ്റ്റ് ജസ്റ്റ് ഒന്ന് ഡെഫിനേഷൻ അറിയാമെങ്കിൽ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഇത് അല്ലെ. ദാറ്റ് ഈസ് എന്നിട്ട് ഈ വെക്ടർ ഫീൽഡ് സോളിനോഡലാണോ, അതേപോലെ റൊട്ടേഷണൽ ആണോ, അതുപോലെ തന്നെ പൊട്ടൻഷ്യൽ ആണോ, അതേപോലെ ഇറൊട്ടേഷണൽ ആണോ, ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു അല്ലെ. നമ്മുടെ സിലബസ് അത്രയും വലുതാണെങ്കിലും ജസ്റ്റ് ഒന്ന് കവർ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്, കഴിഞ്ഞ എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇപ്രാവശ്യം നമുക്ക് അതേപോലെ എക്സ്പെക്ട് ചെയ്യാം. നെക്സ്റ്റ് ഒരു ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ നമുക്ക് അറിയേണ്ടത് എങ്ങനെ സോൾവ് ചെയ്യാം. ഒരു നോൺ ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് നമുക്ക് അതിന്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാം, എങ്ങനെയാ പെർട്ടിക്കുലർ സൊല്യൂഷൻ കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ പെർട്ടിക്കുലർ ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യാം അല്ലെ. അവിടെ ഓരോ ഫംഗ്ഷനെയും ഡിപ്പെൻഡ് ചെയ്യും മെത്തേഡ് അല്ലെ. ഈ 3 ഫംഗ്ഷൻ നമുക്ക് ഫെമിലിയർ ആയിരുന്നു. ദാറ്റ് ഈസ് e raised to x വന്നു കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും.
അതുപോലെ തന്നെ സൈൻ 2x കോസ് AX കോസ് 3x കോസിന്റെയും സൈനിന്റെയും ടേം വന്നു കഴിഞ്ഞാൽ നമുക്ക് പഠിക്കാൻ പറ്റും, നമുക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ പോളിനോം. ഈ 3 പാറ്റേൺ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അല്ലേ. നമ്മൾ എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സ് തന്നെ ഒരു മൊഡ്യൂൾ കംപ്ലീറ്റ് ചെയ്തായിരുന്നു അല്ലേ. ദാറ്റ് ഈസ് സൈൻ എക്സിന്റെയും കോസ് എക്സിന്റെയും x-ന്റെയും പോളിനോമിയൽ ഫംഗ്ഷൻ വന്നു കഴിഞ്ഞാലും ഒരു ODE നോൺ ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത് അല്ലേ. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുള്ള എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സിൽ പഠിച്ചിട്ടുള്ള ടോപ്പിക്സ് ആയിരുന്നു. അതേ ക്വസ്റ്റ്യൻസ് ആയിരുന്നു വീണ്ടും വന്നിട്ടുണ്ടായിരുന്നത്. നമുക്ക് 3 പാറ്റേൺ 3 ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. e⁻²x e⁻ax എന്താ നമുക്കറിയാം. നെക്സ്റ്റ് സൈൻ ω(x) അഥവാ ഒമേഗയുടെ സ്ഥാനത്ത് 2 വന്നേന്നുള്ളൂ. അതുപോലെ തന്നെ പോളിനോമിയൽ x² അല്ലേ. അപ്പൊ ഇതും സിമ്പിൾ ആയിട്ട് ഏതൊരു കുട്ടിക്കും ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഇതിന്റെ പെർട്ടിക്കുലർ ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യാനുള്ളത്. നെക്സ്റ്റ് കോംപ്ലക്സ് അനാലിസിൽ നിന്ന് കോംപ്ലക്സ് ഇന്റഗ്രേഷൻ ഇവാലുവേറ്റ് ചെയ്യാനുണ്ടായിരുന്നു. നമ്മൾ കോംപ്ലക്സ് അനാലിസിൽ എടുത്തു കഴിഞ്ഞാൽ അതിൽ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഫോർമുലയാണ് കോഷി ഇന്റഗ്രൽ തിയറം. അതുപോലെ തന്നെ കോഷി ഇന്റഗ്രൽ ഫോർമുല നമുക്ക് സിംഗിൾ സ്റ്റെപ്പിൽ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ് കോഷി ഇന്റഗ്രൽ തിയറത്തിൽ ഉപയോഗിക്കുന്നത്. എന്തായിരിക്കും? ഇന്റഗ്രൽ അനലിറ്റിക് ഫംഗ്ഷൻ ആണെങ്കിൽ ക്ലോസ്ഡ് ഇന്റർവെലിൽ നമ്മുടെ റീജിയൻ ക്ലോസ്ഡ് ആണെങ്കിൽ, കർവ് ക്ലോസ്ഡ് ആണെങ്കിൽ ആ ക്ലോസ്ഡ് കർവിന്റെ അകത്ത് ഫംഗ്ഷൻ അനലിറ്റിക് ആണെങ്കിൽ ഇന്റഗ്രൽ 0 ആയിരിക്കും. അതുപോലെ തന്നെ അതിന്റെ ജസ്റ്റ് ഒരു ഹയർ വേർഷൻ ആയിരുന്നത് കോഷി ഇന്റഗ്രൽ ഫോർമുല അല്ലെ. ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ തറവായിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ പഠിച്ചിട്ടുള്ള സെയിം ക്വസ്റ്റ്യൻസ് തന്നെ ആയിരുന്നു ഈ കോഷി ഇന്റഗ്രൽ അല്ലെങ്കിൽ കോംപ്ലക്സ് ഇന്റഗ്രേഷനുമായി ബന്ധപ്പെട്ട്. ഇതിലും സിമ്പിൾ ആയിട്ടുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ഇല്ല. ആ ഒരു ക്വസ്റ്റ്യൻസ് ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ വീണ്ടും ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നത്, ഈ 10 ക്വസ്റ്റ്യൻസും ജസ്റ്റ് ഒന്ന് നോക്കി കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് കിട്ടുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഈ 10 ക്വസ്റ്റ്യൻസും. ഓക്കെ, നെക്സ്റ്റ് ലാപ്ലാസ് ട്രാൻസ്ഫോമുമായി ബന്ധപ്പെട്ട് നമ്മൾ ഫണ്ടമെന്റൽ ആയിട്ടുള്ള ബേസിക് ഫംഗ്ഷൻസിന്റെ എല്ലാം ലാപ്ലാസ് ട്രാൻസ്ഫോം നമുക്കറിയാം. അതിന്റെ കൂടെ e⁻at ഇൻഡു ചെയ്ത് കഴിഞ്ഞാലും t ഇൻഡു ചെയ്ത് കഴിഞ്ഞാലും 1/t ഇൻഡു ചെയ്ത് കഴിഞ്ഞാലും ഈ 3 റിസൾട്ടാണ് നമ്മൾ പിന്നീട് പഠിച്ചിട്ടുണ്ടായിരുന്നത്. ദാറ്റ് ഈസ് ഒരു ഫംഗ്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം എന്താണ്? ദാറ്റ് ഈസ് ഫോർ എക്സാമ്പിൾ നമുക്ക് സൈൻ t എന്ന ഒരു ഫംഗ്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം നമുക്കറിയാം. ഇതിന്റെ കൂടെ t ഇൻഡു ചെയ്ത് കഴിഞ്ഞാൽ സിമ്പിൾ റിസൾട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് ആൻസർ കിട്ടും. അതേപോലെ സൈൻ ടിയുടെ കൂടെ ഒരു t ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെയും ലാപ്ലാസ് ട്രാൻസ്ഫോം നമുക്ക് സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. സെയിം ക്വസ്റ്റ്യൻ തന്നെയായിരുന്നു ഇവിടെയും വന്നിട്ടുണ്ടായിരുന്നത്. cos 2t divided by t മൈനസ് സൈൻ 3t divided by t അല്ലെ. ദാറ്റ് ഈ സിമ്പിൾ ആയിട്ട് 3 സ്റ്റെപ്പിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു അല്ലെ. അതായിരുന്നു കഴിഞ്ഞ എക്സാമിന് ലാപ്ലാസ് ട്രാൻസ്ഫോർമേഷനുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ളത്. ഒരു ക്വസ്റ്റ്യൻ മാത്രമേ വന്നിട്ടുള്ളൂ. അപ്പോൾ കോംപ്ലക്സ് അനാലിസിസുമായി ബന്ധപ്പെട്ട് ദാറ്റ് ഈസ് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഒരു പക്ഷേ ഇത്രയും എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല ഇപ്രാവശ്യം. എന്നാലും കോംപ്ലക്സ് ഇന്റഗ്രേഷനുമായി ബന്ധപ്പെട്ട് 4 ഫോർമുല ഉണ്ട്. ആ 4 ഫോർമുലയുടെ ഏതെങ്കിലും ഒരു ഫോർമുല ഉപയോഗിച്ചിട്ടായിരിക്കും വീണ്ടും എക്സാമിന് വരിക. ഇനി നെക്സ്റ്റ് റെസിഡ്യൂ തിയറം അല്ലെ. കോംപ്ലക്സ് അനാലിസിസുമായി ബന്ധപ്പെട്ട മെയിൻ ഒരു ഫേമസ് റിസൾട്ട് ആയിരുന്നു ദാറ്റ് ഈസ് റെസിഡ്യൂ തിയറം. എങ്ങനെയാണ് സിമ്പിൾ ആയിട്ട് ഇന്റഗ്രേഷൻ ചെയ്യാം. അപ്പോൾ ഏതൊരു ഫംഗ്ഷൻ കിട്ടിക്കഴിഞ്ഞാലും അതിന്റെ സിംഗുലർ പോയിന്റ് നമ്മൾ റെസിഡ്യൂ ഇവാലുവേറ്റ് ചെയ്യും. ഇവിടെയും നമുക്ക് തന്നിട്ടുണ്ട് ഒരു ഫംഗ്ഷൻ നമുക്ക് തന്നിട്ടുണ്ട് ദാറ്റ് ഈസ് f(z) എന്നൊരു ഫംഗ്ഷൻ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ക്വസ്റ്റ്യൻ സം ഓഫ് റെസിഡ്യൂ, ഇതിന്റെ സിംഗുലർ പോയിന്റുള്ള സം ഓഫ് റെസിഡ്യൂ എന്താണ് എന്നാണ് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു. ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഫംഗ്ഷൻ f(x) നമുക്ക് തന്നിട്ടുണ്ട്. ഈ ഫംഗ്ഷൻ നോക്കി കഴിഞ്ഞാൽ ഫെമിലിയർ ഫംഗ്ഷൻ ആണ്. നമ്മൾ റിപ്പീറ്റ് ചെയ്ത് എക്സാമിന് യൂണിവേഴ്സിറ്റി എക്സാമിനും അതുപോലെ തന്നെ ബേസിക് എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സിൽ ഏതൊരു ടെക്സ്റ്റ് ബുക്ക് നോക്കി കഴിഞ്ഞാലും അതിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്. ദാറ്റ് ഈസ് f(x) = x². f(x) = x² ആണെങ്കിലും f(x) mod x ആണെങ്കിലും f(x) = സം x³ ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണെങ്കിലും നമ്മുടെ റീജിയൻ നോക്കി കഴിഞ്ഞാൽ -π to π ആണ് അല്ലേ. അപ്പൊ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഫോറിയർ സീരീസ് ഏതാണോ അതാണ് ഇവിടെയും ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നത്. ഇതെല്ലാം നമ്മൾ ചെയ്തിട്ടുള്ള സെയിം ക്വസ്റ്റ്യൻസ് തന്നെയായിരുന്നു. f(x) = x² ഫോറിയർ സീരീസ് ഫംഗ്ഷൻ അല്ലെങ്കിൽ ഫോറിയർ സീരീസ് റെപ്രസെന്റേഷൻ എന്താണ് എന്നാണ്. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുള്ള ടോപ്പിക്കിൽ നിന്ന് ഒരുപക്ഷെ പഠിച്ച് ആ റിസൾട്ട് അറിയാമെങ്കിൽ നമുക്ക് എക്സാമിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഓപ്ഷൻ മാത്രം നോക്കിയാൽ മതി. അപ്പൊ ഇതാണ് എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സിൽ നിന്ന് വന്നിട്ടുള്ള 10 ക്വസ്റ്റ്യൻസ്. എങ്ങനെ നോക്കി കഴിഞ്ഞാലും ജസ്റ്റ് ഒന്ന് നോക്കി കഴിഞ്ഞാൽ 10 ക്വസ്റ്റ്യൻസും സിമ്പിൾ ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആയിരുന്നു.
നമുക്ക് അറിയേണ്ടത് മാത്തമെറ്റിക്സ് കംപ്ലീറ്റ് നമ്മുടെ എക്സാം പാറ്റേൺ, ദാറ്റ് ഈസ് യൂണിവേഴ്സിറ്റി പാറ്റേൺ അല്ല. ഇവിടെ ഏതൊരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാലും സിമ്പിൾ ആയിട്ട് ആൻസർ, കറക്റ്റ് ആൻസർ എങ്ങനെ ഐഡന്റിഫൈ ചെയ്യും, ആ ഒരു ട്രിക്കാണ് നമുക്ക് അറിയേണ്ടത്. അപ്പോൾ നമ്മുടെ ഓരോ ക്ലാസ്സിലും അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസും ചെയ്യുന്നുണ്ട്. ഒരുപാട് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് സിമിലർ ക്വസ്റ്റ്യൻസ് തരുന്നുണ്ട്. ഓരോ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോഴും അതുമായി കണക്ട് ചെയ്യുന്ന എല്ലാ റിസൾട്ടും എല്ലാ ഷോർട്ട് കട്ടും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പൊ അതെല്ലാം മാക്സിമം നിങ്ങൾ ഉപയോഗപ്പെടുത്തുക. നെക്സ്റ്റ് എക്സാമിന് വേണ്ടിയിട്ട് നമുക്ക് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യാം. താങ്ക് യു.